വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ എന്നിവർക്കെതിരെ പോലീസിലും പരാതി നൽകിയിരിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് DGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച, ഒപ്പം അതുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ എന്നിവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ EP ജയരാജൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിരുപാധികം പിൻവലിച്ച് മാപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ, K സുധാകരൻ അടക്കമുള്ളവർക്കാണ് അന്ന് വക്കീൽ നോട്ടീസ് അയച്ചത്. ഈ വക്കീൽ നോട്ടീസ് അയച്ച നടപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ DGPക്ക് തന്നെ EP ജയരാജൻ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന കാര്യം തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നതാണ്. അതിൽ TG നന്ദകുമാർ ഒപ്പം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുത്തു. തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ അതൊരു ഗൂഢാലോചനയായിരുന്നു. അതിന് പിന്നിൽ ഇത്തരത്തിൽ വലിയ തരത്തിലൊരു വലിയ ചർച്ചകൾ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നതാണ് ഈ പരാതിയിൽ EP ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ നിയമ നടപടിയിലേക്ക് കൂടി പോകാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം EP ജയരാജന് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട 3 തവണ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പൂർണ്ണമായും ഈ ആരോപണം EP ജയരാജൻ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏതായാലും അത് നമുക്കറിയാം, ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു EP ജയരാജൻ എന്നുള്ളതാണ്. ഇതിൽ